ഹൗ ടു മേക്ക് മണി ഇൻ 2025. നമുക്ക് എല്ലാവർക്കും അറിയാം, പൈസ ഉണ്ടാക്കണമെങ്കിൽ പല വഴികളുണ്ട്. നമുക്കൊരു ജോലി ചെയ്യാം, നമുക്കൊരു ബിസിനസ് ചെയ്യാം. നമ്മളതിൻ്റെ ഒരു എല്ലാ സൈഡുകളും ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ ഐ ഹോപ്പ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ബിഗിനേഴ്സാണ്. അപ്പോൾ ഐ റെക്കമെൻഡ് യു ടു സ്റ്റാർട്ട് വിത്ത് എ ജോബ്. ഓക്കെ, നിങ്ങൾ ഒരു ഹൈ ഇൻകം സ്കില്ല് അച്ചീവ് ചെയ്യുക ആദ്യം. എന്നിട്ട് ഒന്നല്ലെങ്കിൽ ഫ്രീലാൻസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളൊരു ജോബിലേക്ക് കിടക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് കിടക്കാം. ഇരുന്നിട്ട് കാലം നിവർത്തുക എന്ന് പറയില്ലേ, ഡോണ്ട് ജംപ് സ്ട്രേറ്റ് അവേ ഇൻ ടു ബിസിനസ്. ഇഫ് യു ഹാവ് ദ privilege to take risk, go directly to business or start with a job. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ഇനീഷ്യലി അച്ചീവ്ഡ് ദ സ്കിൽ, ലൈക്ക് ഐ ലേൺ കോഡിങ്. ഞാൻ ഫ്രീലാൻസ് വർക്കൊക്കെ ചെയ്തു തുടങ്ങി. ഞാൻ ആൾക്കാരെ സ്വന്തം പിച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു കംപ്ലീറ്റ് പ്രൊജക്റ്റൊക്കെ എടുത്ത് സ്വന്തം ചെയ്ത് ഡെലിവറൊക്കെ ചെയ്ത് അങ്ങനെ സ്കില്ല് ബിൽഡായത് നല്ലൊരു പ്രൊഫൈൽ ആയതിനു ശേഷം ഞാൻ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്തു, ലിങ്ക്ഡിൻ ത്രൂ. അങ്ങനെയാണ് ഞാൻ പ്ലേസ്ഡ് ആയത്. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മളൊരിക്കലും ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് ആരും നമുക്ക് ജോലി തരില്ല. നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഇതായിരുന്നു, കോളേജ് കഴിയുന്നു, ഡിഗ്രി കിട്ടുന്നു, ജോലി വാങ്ങുന്നു, എല്ലാവർക്കും സെയിം സ്കില്ലാണെങ്കിൽ, എല്ലാവരും ഒരേ ലെവലിലാണെങ്കിൽ അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാനുള്ളൊരു സിറ്റുവേഷൻ നമുക്കില്ല ചുറ്റും. കാരണം നമുക്കറിയാം, നമ്മുടെ കൂടെ ഇറങ്ങി വന്ന അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയ ആൾക്കാരുടെ സ്കില്ല്, നമ്മുടെ സ്കില്ല് ഒക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഡോണ്ട് എക്സ്പെക്ട് എവ്രി വൺ ടു ബി അറ്റ് ദ സെയിം ലെവൽ. നമ്മൾക്കറിയാം, നമ്മൾ പലരും പല സ്കിൽ സെറ്റ്, പല മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ജോലി കിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് നല്ലൊരു സ്കിൽ സെറ്റ് ഇല്ലെങ്കിൽ ബിൽഡ്. നിങ്ങൾക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ ബിൽഡ് ഇറ്റ് ഫസ്റ്റ്. നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ സ്കിൽ സെറ്റ്, നിങ്ങളുടെ എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ അത് ആദ്യം ഇമ്പ്രൂവ് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് കിടക്കാം. സോ സ്റ്റാർട്ട് വിത്ത് എ ജോബ്. അങ്ങനെ ഒരു ഹൈ ഇൻകം സ്കിൽ, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കോഡിങ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ്, ഇങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കിലേക്ക് കടന്നുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനീഷ്യലി നിങ്ങൾക്ക് നല്ല പേ കിട്ടുകയും ചെയ്യും. ലേറ്റർ ഓൺ നിങ്ങളുടെ സ്കിൽ ആൻഡ് യുവർ എക്സ്പീരിയൻസ് വിൽ പേ യു ദ മണി. എക്സ്പീരിയൻസ് കൂടുമ്പോൾ എക്സ്പെണൻഷ്യലി അതിൻ്റെ കൂടുന്ന സ്കില്ല്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൂടുമ്പോൾ പേയും കൂടുന്നുണ്ടെങ്കിൽ എക്സ്പൊണൻഷ്യലി അത് ഹൈ ഇൻകം സ്കില്ലാണ്. എക്സ്പീരിയൻസ് കൂടിയാലും പേ ഒരു നോർമലാണ്, അല്ലെങ്കിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ അതൊരു ലോ ഇൻകം സ്കില്ലാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സ്കില്ല് പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ, പഠിക്കാൻ പാടായിരിക്കും, പക്ഷേ അത് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഓൾവേസ് കുറച്ച് ടൈം എടുത്താലും 6 months, 1 year, 2 years ഇൻവെസ്റ്റ്. അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നെ കാണാം. നിങ്ങൾ ടൈം, ദർ ആർ 3 currencies in life. ഓക്കെ, അറിയാത്തവർക്ക് പറഞ്ഞു തരികയാണ്. മണി, ടൈം, നോളജ്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ, ഇഫ് യു വോണ്ട് മണി, യൂസ് യുവർ ടൈം ആൻഡ് നോളജ് ഫോർ ഇറ്റ്. സോ യാ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.